മോട്ടിവേഷണൽ സ്പീക്കറും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായ ഫിലിപ്പ് മമ്പാടൻ പോക്സോ കേസിൽ കസ്റ്റഡി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിനെതിരായ കേസ്. വിവരങ്ങളുമായി ജംഷീർ കൊടിഞ്ഞിയാണ് ചേരുന്നത്. ജംഷീർ, ഫിലിപ്പ് മമ്പാട് വളരെ പ്രസിദ്ധനായ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണെന്ന് നമുക്കറിയാം. അദ്ദേഹം പോലീസിലായിരിക്കെ തന്നെ അദ്ദേഹം ഇത്തരം പരിപാടികളിലൂടെ വളരെയധികം പ്രശസ്തി നേടുകയും ചെയ്തിരുന്നു. എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന കേസ്? നൗഫൽ, തീർച്ചയായിട്ടും അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ സോഷ്യൽ മീഡിയകളിലും അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ ഈ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കിംഗ് അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങളൊക്കെ നടത്തി വലിയ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. പോലീസിലായിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതായത് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി തന്നെ അദ്ദേഹം പോലീസിൽ നിന്ന് റിട്ടയർമെന്റ് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പോലീസിൽ നിന്ന് പുറത്തു വന്ന് ഇപ്പോൾ സ്വതന്ത്രമായ ഇത്തരത്തിൽ പരിപാടികളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നൊരു ആൾ കൂടിയാണ്. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പോക്സോ കേസ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു 16-കാരിയെ കാസർകോട്ടെ ഒരു ലോഡ്ജിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് കേസ്. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഇപ്പോൾ നിലമ്പൂരിൽ, അദ്ദേഹത്തിന്റെ നാട് നിലമ്പൂരാണ്, നമുക്കറിയാവുന്നതുപോലെ നിലമ്പൂർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കോഴിക്കോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഇനി നിലമ്പൂരിലേക്ക് കൈമാറും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2025 ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. 2025 സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മോട്ടിവേഷൻ സ്പീക്കറായ അദ്ദേഹത്തിന്റെ ഈ പരിപാടികളൊക്കെ കണ്ട് പരിചയമുള്ള ഈ പെൺകുട്ടിയെ കാസർകോട് കൊണ്ടുപോയി, അല്ലെങ്കിൽ കാസർകോട് വെച്ച് ഇത്തരത്തിൽ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ പരാതി. ഈ പരാതിയിലാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിലമ്പൂർ പോലീസ് ഫിലിപ്പ് മമ്പാടിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മറ്റു നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നൗഫൽ. ജംഷീർ, ഇദ്ദേഹം ഈ പോലീസിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ശേഷം അപ്പോഴും ഇദ്ദേഹം ഈ മോട്ടിവേഷണൽ സ്പീക്കിങ്ങും അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായൊക്കെ മുന്നോട്ട് പോവുകയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഈ പോലീസിൽ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഫാൻ ബേസ് ഉള്ള, വലിയ ആരാധകരുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ, ഷോർട്ട് വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അദ്ദേഹം നിരവധി പരിപാടികൾ കേരളത്തിലകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ നിരവധി മോട്ടിവേഷൻ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് അല്ലെങ്കിൽ ഈ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹം വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തത്. പോലീസിൽ നിന്ന് SI ആയിരിക്കുകയാണ് അദ്ദേഹം. പോലീസിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പുറത്തു വന്ന് ഇപ്പോൾ പൂർണ്ണമായും ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പ്രത്യേകിച്ച് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾ, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ യുവാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ മോട്ടിവേഷൻ, കുടുംബ സദസ്സുകളിലൊക്കെ തന്നെ വലിയ തരത്തിൽ മോട്ടിവേഷൻ ക്ലാസുകൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരാൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ തരത്തിൽ ജനസ്വീകാര്യതയുള്ള ഒരാളായിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വലിയ തരത്തിൽ സ്വാധീനമുള്ള ഒരു ആൾ കൂടിയായിരുന്നു. ഈ പോലീസ് സേനയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. വിവിധ ടെലിവിഷൻ ചാനലുകളിലടക്കം അദ്ദേഹം പരിപാടികളിൽ പങ്കെടുത്തു. അങ്ങനെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള, പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ തരത്തിൽ പരിപാടികൾ ഈ അടുത്ത കാലത്ത് വരെ അദ്ദേഹം സജീവമായി തന്നെ ഇത്തരം പരിപാടികളൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരാൾ കൂടിയാണ്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും മലയാളികളുള്ള പല വിദേശ രാജ്യങ്ങളടക്കം അദ്ദേഹം ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ്. മോട്ടിവേഷണൽ സ്പീക്കറും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായ ഫിലിപ്പ് മമ്പാട് പോക്സോ കേസിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. വിവരങ്ങളാണ് ജംഷീർ കൊടിഞ്ഞി നൽകിയത്.